ഹായ് ഫ്രണ്ട്സ്, കുക്ക് ഫോർ ലൈവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു കാര്യം പറഞ്ഞോട്ടെ. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ആദ്യമായി നമുക്ക് വേണ്ടത് നന്നായി പഴുത്ത 3 റോബസ്റ്റ് പഴമാണ്. ആദ്യം നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. അതൊന്ന് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 50 ഗ്രാം പഞ്ചസാരയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാട്ടോ. ഇനി നമുക്ക് 100 ml പാസ്ചറൈസ്ഡ് പാൽ ചേർത്ത് കൊടുക്കണം. പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ റെസിപ്പിക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതാവാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കണം. നമുക്കിതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കണം. ഇനി ഇതൊരു വിസ്കോ തവിയോ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് നേരത്തെ അരച്ചു വെച്ച ബനാന മിക്സിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ബാറ്ററിന് കട്ടി കൂടുതലാണെങ്കിൽ ഒരല്പം പാല് ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിന്. ഇപ്പോൾ ഞാൻ ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് മീഡിയം ഫ്ലെയിമിൽ ചൂടാവാൻ വെക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ തവി കൊണ്ട് പരത്തി കൊടുക്കാൻ പാടില്ല. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഷേപ്പിൽ തന്നെ ആയിരിക്കണം.
ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 2 മിനിറ്റ് ഇതൊന്ന് ഒരു സൈഡ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി 1 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് എടുക്കാം. ഇനി നമുക്കിങ്ങനെ ഓരോന്നായി ഇത് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാൻകേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ഇതിലേക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല രുചികരമായ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.